ഹായ് പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് ഒരു ഇറ്റാലിയൻ തേനീച്ചക്കൂട് ഞാനൊരു ഒരു ഹണി ഫാമിൽ പോയപ്പോൾ കണ്ട കാഴ്ചകൾ. മനോഹരമായ ഇറ്റാലിയൻ തേനീച്ച നിറഞ്ഞ് വർക്ക് ചെയ്യുകയാണ്. അതിന് തൊട്ട് മുമ്പിലായിട്ട് ഉണ്ടോ, അങ്ങോട്ട് നോക്കിയേ, ഒരു സൂര്യകാന്തി പാടമുണ്ട്. അത് നിറച്ചും അവർ തേനുകൾ എടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഈ കൂടൊന്ന് പരിശോധിച്ച് നോക്കാം. കൂട് പരിശോധിച്ച് ചേട്ടൻ അനുവദിച്ചുകൊണ്ടാണ് കൂടനുണ്ടോ ഇത് അത് ഏറ്റവും നല്ലതാണ്. ഈ സൂര്യകാന്തികളാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ആ പാടത്തേക്ക് മാറ്റി പോകാൻ നല്ലതാണ്. കൂട് പരിശോധിച്ച് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ തേനീച്ചകൾ നിറഞ്ഞു നിൽക്കുന്നു, 8 ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് തേനീച്ചകൾക്ക് അതിൻ്റെ ഭാരത്തിൻ്റെ 10 ഇരട്ടി തേൻ കളക്ട് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റും. 10 ഇരട്ടി തേൻ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ അത് പൂവിൽ തേൻ ശേഖരിക്കുമ്പോൾ അതിൻ്റെ നോസിൽ സാധാരണ ഈച്ചകളേക്കാൾ, സാധാരണ ഈച്ചകൾക്ക് 3 mm ആണ്, ഇതിന് 6 mm നീളമുണ്ട്. അപ്പോൾ അത്രയും മധുവിനെ കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റാണി ഞാൻ കാണിച്ചത് റാണി 1500 തൊട്ട് 3000 വരെ മുട്ടകൾ പീക്ക് സീസണിൽ ഇടും. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല വളർച്ചയാണ്. അതുപോലെ തന്നെ നമ്മളെ ശാന്തശീലരായ തേനീച്ചകളാണ്. അപ്പോൾ ഇതിനെ പിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒത്തിരി തേൻ കളക്ട് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. 80 തൊട്ട് 100 കിലോ വരെ തേന് ഈ പീക്ക് സീസണിൽ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഉണ്ട്. ഇപ്പോൾ തേൻ ശരിക്കും നമ്മൾ നേരത്തെ തന്നെ മുന്നൊരുക്കം വേണം. അന്ന് കൊടുത്തിട്ട് കാര്യമില്ല. തലേദിവസം തന്നെ ഫീഡിങ് കൊടുക്കുക. എന്നുണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്തൊരു കോപ്പർ ഫൗണ്ടേഷൻ ഷീറ്റാണ്. അവർ അത് അട കെട്ടാനായിട്ട് തുടങ്ങും. പിറ്റേ ദിവസവും ഒരു ഫീഡിങ് കൊടുക്കുക. അപ്പോൾ അവർ എന്നിട്ട് നടുക്കോട്ടിടുക. ഇട്ട് കൊടുക്കുമ്പോൾ റാണി അതിൽ ഉണ്ട്, അത് അട കെട്ടുന്നുണ്ടോ, അട കെട്ടി എന്നിട്ട് തിരിച്ച് വെക്കുന്നു. തിരിച്ച് വെക്കുമ്പോൾ റാണി അതിൽ മുട്ടയിടും. മുട്ടയിട്ട് ഞാൻ പറഞ്ഞ 1500 തൊട്ട് 3000 വരെ മുട്ടയിടാം. അത് വളർന്നു വരും. അപ്പോൾ അത് വളർന്നു വന്ന് അടുത്തതും വളരുമ്പോൾ നമുക്ക് അടുത്ത ഒരു കോമ്പോ ഫൗണ്ടേഷൻ ഷീറ്റും അല്ലെങ്കിൽ ഒരു തേൻ ഷീറ്റോ നടുക്കൊട്ടിട്ട് കൊടുത്താൽ അവിടെയും അവർ മുട്ടയിടും. മുട്ടയിട്ട് അങ്ങനെ 6 അടയും പൂർത്തിയാകും. 24 ദിവസം 6 അടയാൻ പൂർത്തിയാകുമ്പോൾ ഇഷ്ടംപോലെ ഈച്ചകളാകും. നമുക്ക് അടുത്ത ഷീറ്റ് ഇട്ട് കൊടുക്കാം നടുക്കോട്ട്. അപ്പോൾ അവിടെയും അവർ മുട്ടയിടും. അങ്ങനെ കുറേ ക്രമമായിട്ട് നമുക്ക് 34 ദിവസം ആകുമ്പോൾ 10 അടയും പൂർത്തിയാകും. അപ്പോൾ നമുക്കൊരു 35-ാം ദിവസം നമുക്ക് വീണ്ടും നമുക്കൊരു പിരിക്കൽ നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഡിസംബർ വരെ നമുക്ക് ജൂലൈ തൊട്ട് ജൂൺ തൊട്ട് ഡിസംബർ വരെ പിരിക്കാൻ പറ്റും തേനീച്ചക്കൂടുകളെ. നല്ല വിജയകരമായിട്ട് നടത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഓളെന്ന ബട്ടണിൽ അമർത്തുകയും ചെയ്യുക. ഇതുപോലെ പ്രയോജനപ്രദമായ ഒത്തിരി വീഡിയോകൾ ഇനിയും കൊണ്ടുവരാം.